ശരീരത്തിനും മനസ്സിനും കുളിർമ നൽകുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഷെയ്ക്കാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതിനായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കരിക്കിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അധികം മൂപ്പില്ലാത്ത കരിക്കാണ് ചേർത്ത് കൊടുക്കുന്നത് എങ്കിൽ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഷെയ്ക്ക് തന്നെ തയ്യാറാക്കിയെടുക്കാനായിട്ട് കഴിയും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പാല് കൂടി ചേർത്ത് കൊടുക്കുക. പാല് കട്ടയാക്കിയതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഹെൽത്തിയായ രീതിയിൽ തയ്യാറാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ തേന് ചേർത്ത് കൊടുത്താൽ മതി. പഞ്ചസാര നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. കരിക്ക് നന്നായിട്ട് അടിഞ്ഞു വന്നതിന് ശേഷം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കരിക്കിൻ്റെ വെള്ളമാണ്. അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ രുചികരമായിട്ടുള്ള ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. സെർവ് ചെയ്യുന്ന സമയത്ത് ഗ്ലാസ്സിനടിയിൽ കുറച്ച് ഐസ് ക്യൂബ് കൂടി ഇട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും. ഗ്ലാസ്സിലേക്ക് ഷേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിന് മുകളിലായിട്ട് കുറച്ച് ബദാമും പിസ്തയും കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നത് ഒന്നുകൂടി രുചികരമായിരിക്കും. കൂടുതൽ രുചികരമാക്കാനായിട്ട് ഇതിൽ കുറച്ച് ഐസ്ക്രീം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. ഒരു പാനിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് മസാലപ്പൊടികൾ കൂടി ചേർത്ത് കൊടുക്കുക. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല എന്നിവ ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എന്നിവയുടെ പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കനം കുറഞ്ഞ് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും തക്കാളിയും ചേർത്ത് കൊടുത്ത് കൈ വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കുക. ഉള്ളി സവാളയൊന്നും വഴറ്റി സമയം കളയാതെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തയ്യാറാക്കി നോക്കുക. എന്നിട്ട് വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. കൈ വെച്ച് നന്നായി തിരുമ്മി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് സ്വല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ആദ്യം കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് വേണം ഒന്ന് യോജിപ്പിച്ചെടുക്കാനായിട്ട്. എല്ലാ ഭാഗങ്ങളിലേക്കും മസാലകളൊക്കെ പിടിച്ചു എന്ന് ഉറപ്പായതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ചിക്കൻ്റെ വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളൊക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഈ ടൈമിൽ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ചിക്കൻ നന്നായിട്ട് തന്നെ അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യണേ. ലൈക്ക് അടിക്കുന്ന സമയത്ത് തൊട്ടടുത്ത് കാണുന്ന ഹൈപ്പ് കൂടി പ്രസ് ചെയ്യാനായിട്ട് മറക്കല്ലേ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ രുചികരമായിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് മല്ലിയില കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒന്ന് താളിച്ച് നമുക്ക് ഇത് സെർവ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബായ്.